ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ കോടതി നാളെ വിധി പറയും. അറസ്റ്റ് നടപടിക്രമങ്ങൾ കൃത്യമായി പാലിച്ചുവെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. പ്രതികൾക്ക് മുൻകാല ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്നും വാദം. 5 പ്രതികളുടെ ജാമ്യാപേക്ഷയിലാണ് ഇന്ന് വാദം നടന്നത്. ഹരിമോഹൻ വിവരങ്ങളുമായി ചേരുകയാണ്. ഹരി, വളരെ വിചിത്രമായ വാദഗതികളടക്കം ഉന്നയിച്ചിരിക്കുന്ന ജാമ്യ ഹർജിയാണ്. കോടതി നാളെ വിധി പറയുമെന്നാണ് അറിയുന്നത്. വിവരങ്ങൾ മാധു, നിതിൻ രാജ്, മനോജ്, ജീവൻ, ഷാഹിൻ, ശ്രീജിത്ത്. ഇതിൽ ശ്രീജിത്ത് ഡിവൈഎഫ്ഐയുടെ ഏരിയ സെക്രട്ടറി കൂടിയാണ്. ഇങ്ങനെ 5 പേരുടെ ജാമ്യാപേക്ഷയിലാണ് നാളെ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വിധി പറയുക. ഇന്നിപ്പോൾ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയത്താണ് ഇപ്പോൾ മാധു സൂചിപ്പിച്ച വിചിത്രമായ ചില വാദഗതികൾ കൂടി ഉണ്ടായത്. കൃത്യനിർവഹണം കഴിഞ്ഞ് പിണറായി വിജയന്റെ വീടിന് പുറത്തേക്ക് വന്ന സമയത്താണ് ഇവർ ആക്രമിക്കപ്പെട്ടത്, ഇ ഡി ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ടത്. ആ സമയത്ത് അവർ കൃത്യനിർവഹണത്തിന്റെ ഭാഗമായിരുന്നില്ല, അല്ലെങ്കിൽ ഡ്യൂട്ടിയിലായിരുന്നില്ല എന്നുള്ളൊരു വിചിത്രവാദമാണ് പ്രതികൾ കോടതിയിൽ ഉയർത്തിയത്. മാത്രമല്ല, തങ്ങളല്ല, ഒരു ആൾക്കൂട്ടമാണ് അവിടെ ഇത്തരത്തിലുള്ള ആക്രമണം നടത്തിയത്. അതുകൂടാതെ ഈ ആക്രമിക്കപ്പെട്ട കാറുകളൊന്നും തന്നെ പൊതുമുതലിന്റെ ഭാഗമായിട്ട് വരുന്ന, അല്ലാതൊക്കെ പ്രൈവറ്റ് ടാക്സികളാണ്. അതുകൊണ്ട് തന്നെ ഈ പൊതുമുതൽ നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വകുപ്പ് ഇതിനകത്ത് നിലനിൽക്കില്ല എന്നുള്ള വാദങ്ങളൊക്കെ തന്നെയാണ് പ്രതികൾ ഉയർത്തിയത് എന്നുള്ളതാണ് ഇതിൽ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം. മാത്രമല്ല, ഇതിൽ തങ്ങളെ അറസ്റ്റ് വിവരങ്ങൾ, തങ്ങളുടെ കുടുംബാംഗങ്ങളെയോ തങ്ങളെയോ ഒന്നും തന്നെ അറസ്റ്റ് വിവരങ്ങളോ അല്ലെങ്കിൽ അറസ്റ്റിന്റെ കാരണങ്ങളോ ഒന്നും തന്നെ ബോധിപ്പിച്ചില്ല. നോട്ടീസ് നൽകാതെയായിരുന്നു അറസ്റ്റ് എന്നതടക്കമുള്ള വാദങ്ങളാണ് പ്രതികൾ ഉയർത്തിയത്. കേസിൽ നാളെ വിധി പറയും. ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ വിധി നാളെ പറയും. 5 പേരെയാണ് ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. അവരുടെ ജാമ്യാപേക്ഷയിലാണ് വിധി പറയുക.